ദിയ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 8:03 ആ ആയിട്ടുണ്ട്. ഓക്കെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നത്തെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ അനുവർണയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വായന എന്നത് ഭാവനയെ ചലിപ്പിക്കുകയും നമ്മളിലെ സഹാനുഭൂതി വളർത്തുകയും ചെയ്യുന്ന ഒരു യാത്രയാണ്. എഴുതപ്പെടുന്ന വാക്കുകളിലൂടെ നമ്മൾ പുതിയ പുതിയ ലോകങ്ങൾ കണ്ടെത്തുകയാണ്. വഴുതിമാറുന്ന കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ നേടുകയും ചെയ്യുന്നു. ഡിജിറ്റൽ യുഗത്തിന്റെ ഇന്നത്തെ കാലത്ത് ആളുകൾ വായനയ്ക്കായി ഓൺലൈൻ ഉറവിടങ്ങൾ തേടുമ്പോൾ പുതിയ പുസ്തകങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമായി SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിച്ചു പോരുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനെയും ഡോക്ടർ ഹീര ടീച്ചറെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയ ലയനയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും ബുക്കർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയുമായ അരുന്ധതി റോയുടെ വാക്കിംഗ് വിത്ത് ദ കോംറേഡ്സ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഇന്ന് നമുക്കായി പരിചയപ്പെടുത്തുന്ന SNM കോളേജ് 1ാം വർഷ BEd സോഷ്യൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥിനി ഹീര കൃഷ്ണയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കുന്നതിനും വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി ഈ മീറ്റിൽ ജോയിൻ ചെയ്ത എല്ലാ പുസ്തക സ്നേഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അനുവർണ. ശ്രീമതി അരുന്ധതി റോയിന്റെ വാക്കിംഗ് വിത്ത് ദ കോംറേഡ് എന്ന പുസ്തക നിരൂപണം നടത്തുന്നതിന് 1ാം വർഷ BEd സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിനി ഹീര കൃഷ്ണയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം അരുന്ധതി റോയ് എഴുതിയ വാക്കിംഗ് വിത്ത് ദ കോംറേഡ്സ് എന്ന പുസ്തകമാണ്. അരുന്ധതി റോയെ പ്രത്യേകിച്ച് നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെ സ്വാഗതം പറഞ്ഞ അനുവർണ സൂചിപ്പിച്ചതുപോലെ തന്നെ മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. അതുപോലെ തന്നെ പെൻ പ്രിന്റർ പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകം എഴുതിയത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും നക്സൽ മൂവ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ മമ്മൂട്ടിയുടെ ഉണ്ട സിനിമ അടുത്ത കാലത്താണ് ഇറങ്ങിയത്. അതിൽ ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ചിക്കാർ സിനിമയിൽ സമുദ്രക്കനി അവതരിപ്പിച്ച ഒരു കഥാപാത്രം അത് നമുക്ക് പരിചിതമായ ഒന്നാണ്. അതേപോലെ തന്നെ അയ്യപ്പനും കോശിയിൽ അയ്യപ്പനായിട്ട് വരുന്ന നമ്മുടെ ബിജു മേനോന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബാൻ ചെയ്ത സംഘടനയെ നയിച്ചിരുന്നു എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പോ ഒരു നക്സൽ മൂവ്മെന്റുകളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ന്യൂസുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങനെ കാണാനൊന്നും കഴിയുന്നില്ലെങ്കിൽ പോലും നക്സൽ മൂവ്മെന്റുകൾ ന്യൂസിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ 1967 അല്ലെങ്കിൽ 80 കാലഘട്ടത്തിലൊക്കെയാണ് നക്സൽ മൂവ്മെന്റ് ഇന്ത്യയിൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ശക്തി പ്രാപിച്ചു വരുന്ന കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അതാണ്. ഇപ്പൊ 2010 കൂടിയല്ല ഗവൺമെന്റിന് വളരെയധികം ത്രെറ്റ് ആയിട്ട് തോന്നിയിരുന്ന ഒരു മൂവ്മെന്റ് ആണ് നക്സൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ട്രൈബൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെയധികം ത്രെറ്റ് ആയിട്ട് ഗവൺമെന്റിന് തോന്നുകയും ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസ് അതുപോലെ തന്നെ പാരാമിലിറ്ററി ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സസിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ മീഡിയ ആ ഒരു ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്നാണ്. എന്നാൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, നമുക്കറിയാം ഛത്തീസ്ഗഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും, കേരളത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവും വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് ശക്തമായി നിലനിരുന്നത് അവിടെയാണ്. അപ്പോൾ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ദണ്ഡകാരണ്യം എന്ന് പറയുന്ന നക്സൽ ഇൻഫെസ്റ്റഡ് അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാൻ എന്നെല്ലാം ഗവൺമെന്റ് വിളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്
അതേപോലെ തന്നെ നക്സലുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അരുന്ധതി റോയ്ക്ക് ഒരു അവസരം കിട്ടുകയാണ്. വളരെ കാത്തിരുന്നാണ് അവർക്ക് ആ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇവർ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും 2 ദിവസങ്ങളിൽ, സ്പെസിഫിക്കലി 2 ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ 2 ഡേറ്റ്സിൽ 4 സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സമയങ്ങളിൽ എപ്പോഴെങ്കിലും മാദണ്ഡേശ്വരി ക്ഷേത്രത്തിൽ, ദണ്ഡേവാഡ എന്ന് പറയുന്ന സ്ഥലത്തെ മാദണ്ഡേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു മീറ്റിംഗ് പോയിന്റ് പറയുന്നുണ്ട്. അവിടെ എത്തുക. അവിടെ എത്തുമ്പോൾ നിങ്ങളെ കാത്ത് ഒരു നിങ്ങളെ അവിടെ നിന്ന് കാടിനുള്ളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു കോഡ് ഭാഷ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ സെക്യൂരിറ്റി ത്രെറ്റ്സ് എല്ലാം ഉള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് അവരവരുടെ സെക്യൂരിറ്റിയും കൂടെ നോക്കുമല്ലോ. അപ്പൊ ഈ ഒരു കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഭാഷ കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ വരുന്ന ആ ഒരു മീറ്ററുടെ കയ്യിൽ ബനാനാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്ലുക്ക് മാഗസീൻ ഉണ്ടാവും. പിന്നെ പറയുന്ന കോഡ് ഭാഷ നമസ്കാർ ഗുരുജി എന്നതാണ്. ഈ നമസ്കാർ ഗുരുജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മെയിൽ ഒരു ടോൺ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അരുന്ധതി റോയ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി മീറ്റ് ചെയ്യാൻ വരുന്ന ആളൊരു ആണിനെ ആയിരിക്കുമോ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നെല്ലാം അരുന്ധതി റോയ് കരുതുന്നുണ്ട്. അപ്പോൾ അരുന്ധതി റോയ്ക്ക് ഇതിനു മുമ്പും അവിടുത്തെ പോലീസുകാരെയും എല്ലാം അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇന്ദ്രാവതി എന്ന് പറയുന്ന നദിക്ക് അപ്പുറത്തേക്ക് ഇന്ത്യക്കകത്തെ പാകിസ്ഥാനാണ് എന്നെല്ലാം പറഞ്ഞ അരുന്ധതി റോയിനെ ഈ സ്ഥലത്തെ പറ്റി ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അരുന്ധതി റോയ് മീറ്റിംഗ് പോയിന്റിൽ എത്തുകയാണ്. അപ്പോൾ മീറ്റിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അവിടേക്ക് വരുന്നത് ഒരു കുട്ടിയാണ്. ഒരു 14-15 വയസ്സ് പ്രായമുള്ളൊരു ആൺകുട്ടിയാണ് എത്തുന്നത്. ഔട്ട്ലുക്ക് മാഗസീൻ കയ്യിലില്ല, നമസ്കാർ ഗുരുജി എന്ന് പറയുന്നില്ല, പഴങ്ങളൊന്നും കയ്യിലില്ല. ഇവര് അപ്പൊ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഔട്ട്ലുക്ക് മാഗസിൻ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. കുട്ടി ആദ്യം ചോദിക്കുന്നത് നിങ്ങളാണോ അകത്തേക്ക് പോകുന്ന ആള് എന്നാണ്. അതുപോലെ തന്നെ ഔട്ട്ലുക്ക് മാഗസിൻ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ബനാനാസ് എന്ത് ചെയ്തു എന്ന് അരുന്ധതി റോയ് ചോദിക്കുമ്പോൾ അത് ഞാൻ കഴിച്ചു, എനിക്ക് വിശന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അരുന്ധതി റോയ് അയാൾക്കൊരു വിശേഷണം കൊടുക്കുന്നുണ്ട്, ആ കുട്ടിക്ക് ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട്. അത് ഈ കുട്ടി ശരിക്കും ഒരു സെക്യൂരിറ്റി ത്രെറ്റ് തന്നെയാണ് എന്നൊരു വിശേഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് കാടിനുള്ളിലേക്ക് പോവുകയാണ്. കാടിനുള്ളിൽ അരുന്ധതി റോയ് ആദ്യം കാണുന്നത് കോമ്രേഡ് വേണു എന്ന് പറയുന്ന ഒരു വ്യക്തിനെയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ദണ്ഡകാരണ്യത്തിൽ എത്തുന്ന ആദ്യത്തെ 7 നക്സലൈറ്റ്സുകളിൽ ഒരാളായിരുന്നു കോമ്രേഡ് വേണു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു നക്സൽ മൂവ്മെന്റ് തുടങ്ങിയ അല്ലെങ്കിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന പേരിലാണ് അവിടെ ആന്ധ്രാപ്രദേശിൽ ഇതൊരു തുടങ്ങുന്നത്. അപ്പോൾ ദണ്ഡകാരണ്യത്തിലേക്ക് 7 പേര് വരുന്നത് ഗോദാവരി നദി നീന്തിക്കടന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു 7 പേരിൽ 1980 ജൂണിലാണ് അവരെത്തുന്നത്. ആ 7 പേരിൽ ഒരാളായിരുന്നു ഈ പറയുന്ന വേണു. അതുപോലെ തന്നെ ആദ്യത്തെ 49 പേരിൽ ഒരാളാണ്, ആദ്യമായി ഇത് തുടങ്ങുന്നതിൽ ഉൾപ്പെട്ട 49 പേരിൽ ഒരാളാണ് വേണു. അപ്പൊ വേണുവിൽ നിന്നാണ് ദണ്ഡകാരണ്യത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഈ ഒരു മൂവ്മെന്റ് വന്നു, എങ്ങനെ അത് ശക്തി പ്രാപിച്ചു എന്നുള്ളതെല്ലാം അരുന്ധതി റോയ്ക്ക് മനസ്സിലാകുന്നത് വേണുവിൽ നിന്നാണ്. അപ്പൊ ദണ്ഡകാരണ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കാടാണ്. കാടിന് ചുറ്റും സ്വാഭാവികമായിട്ടും വില്ലേജുകൾ ഉണ്ടാവും. അപ്പം ദണ്ഡകാരണ്യത്തെ പറ്റി പറയുന്നത്, ദണ്ഡകാരണ്യത്തില് കാടിനുള്ളിലെ ആളുകളും വില്ലേജുകളും ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ദണ്ഡകാരണ്യം എന്നാണ് പറയുന്നത്. കുട്ടികളുടെ സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് ക്യാമ്പുകളാണ്. കുട്ടികൾ കാട്ടിൽ ഓടിക്കളിക്കുന്ന സ്ഥലമാണ് എന്നെല്ലാമാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഒരു വൈറ്റ് മാൻസ് വേയിൽ ഗോണ്ട്വാന അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഗോൺസ് എന്നൊക്കെ പേര് കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് ദണ്ഡകാരണ്യം. അതേപോലെ തന്നെ ദണ്ഡകാരണ്യത്തിനൊരു പുരാണവുമായിട്ട് ബന്ധം എന്നൊക്കെ പറയാനാണെങ്കിൽ രാമായണത്തിലെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് ദണ്ഡകാരണ്യത്തെ പറ്റി. അപ്പോൾ ആ ഒരു കാടിനുള്ളില് ആന്ധ്രാപ്രദേശ്, ഒറീസ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെ ഉള്ള സംസ്ഥാനങ്ങളുടെ പഴയ ആന്ധ്രാപ്രദേശ്, അപ്പോൾ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒറീസ, മഹാരാഷ്ട്ര, ഇത്രയും സംസ്ഥാനങ്ങളുടെ ബൗണ്ടറീസ് ദണ്ഡകാരണ്യത്തിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നവാദികളായിട്ടുള്ള ആൾക്കാരെ പല സംസ്ഥാനങ്ങളിലേക്ക് വിഭജിക്കുന്ന രീതിയിലാണ് ദണ്ഡകാരണ്യത്തിന്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു 1980 കൂടി ഇവർ എത്തുമ്പോൾ പീപ്പിൾ ലിബറേഷൻ ആർമി ആയിട്ടാണ് ആദ്യം, പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ആയിട്ടാണ് ഇവർ ആദ്യം തുടങ്ങുന്നത്. പിന്നീട് അത് പീപ്പിൾസ് ലിബറേഷൻ ആർമി ആയിട്ട് മാറുന്നുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രൈബൽ ഏരിയയിലുള്ള ആളുകൾക്ക് അവരെ ഭയമായിരുന്നു. മിസ് ഒരു മിനിറ്റ്. സോറി. ഓക്കെ. അപ്പൊ ട്രൈബൽ ഏരിയാസിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അവിടെ എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക്
എല്ലാവരെയും പോലെ തന്നെ ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലുള്ള ആൾക്കാരോട് വലിയ പ്രിയമൊന്നും ഉണ്ടായിരുന്നില്ല, അവരെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ PWG, പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലിബറേഷൻ ആർമി മാത്രമല്ല അവിടെ ട്രൈബൽസിന് വേണ്ടിയിട്ട് സംസാരിക്കാനും അവർക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനും വേണ്ടി എത്തിയിരുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ മാത്രമല്ല. രാമകൃഷ്ണ മിഷൻ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ഗായത്രി സമാജ് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പല മിഷണറീസും കാര്യങ്ങളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ PWG അവിടെ ശക്തി പ്രാപിക്കാനുള്ള ഒരു കാരണം ഇവർ കൂടുതലായിട്ടും ട്രൈബൽസിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് ഇവർക്കൊരു വിശ്വാസം നേടിയെടുക്കാൻ പറ്റിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, നമുക്കറിയാം കൂടുതലായിട്ടും ട്രൈബൽ ഏരിയയിലത്തെ ആളുകൾ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അവിടെ കൂടുതലായിട്ടും പ്രധാനമായിട്ട് അവർ ചെയ്തിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ ബീഡി ഉണ്ടാക്കുന്ന ഒരു ഇല പറിച്ചു കൊടുക്കുക, അങ്ങനെ അതിന്റെ ഒരു വ്യാപാരം നടത്തിപ്പോയിരുന്നു. തെണ്ടു ലീവ്സ് എന്നാണ് അതിനെ പറയാ. അതിന് 3 പൈസയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് 6 പൈസ ആക്കണം എന്ന് പറഞ്ഞൊരു സ്ട്രൈക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. അത് 6 പൈസയാക്കി ഉയർത്തപ്പെടുകയും ചെയ്തു. ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ് ഇവരിലേക്ക് ആൾക്കാരുടെ വിശ്വാസം കൂടുതലായിട്ട് ഇവർക്ക് നേടാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ വളരെയധികം ട്രൈബൽ പീപ്പിളിനെ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം കാടുമായി ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ടുള്ള ജീവിതങ്ങൾ അവിടെ നടന്നു പോകുന്നത്. അപ്പൊ കാട്ടിലേക്ക് നിങ്ങൾ പോവരുത്, ഇത്ര ദൂരം വരെ മാത്രമേ പോകാവൂ, ഇന്നിന്ന സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ എന്നെല്ലാം അവരോട് പറയുമ്പോൾ അവരുടെ ജീവിതത്തെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ അത്തരം പ്രശ്നങ്ങളിലേക്കും കൂടെ ഇവര് ഇടപെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് രൂക്ഷമാകുന്നത് 1986 ബീജാപ്പൂരിൽ ഒരു നാഷണൽ പാർക്ക് വരാനായിട്ട് ഉള്ളൊരു പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് 60ഓളം വില്ലേജുകളെ, ട്രൈബൽ വില്ലേജുകളുടെ എവിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ആ ഒരു നാഷണൽ പാർക്ക് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവര് പ്രക്ഷോഭം ഉയർത്തുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടുകൂടി അവിടേക്ക് പോലീസ് വരുന്നുണ്ട്, കൂടുതലായിട്ടുള്ള ഗവൺമെന്റിന് ഇന്റർവെൻഷൻസ് വരുന്നുണ്ട്. ട്രൈബൽ പീപ്പിളിന് 2 ചോയ്സസ് അവർ കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവർ കൊടുക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാം, അല്ലെങ്കിൽ കാടുകളിൽ തന്നെ താമസിക്കാം. അപ്പോൾ കാടുകളിൽ താമസിക്കുന്നവർക്ക് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കുറെ ആളുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നുണ്ട്, ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഗവൺമെന്റ് കൊടുക്കുന്ന ക്യാമ്പുകളിലേക്കെല്ലാം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും നക്സൽ മൂവ്മെന്റ് ഒരു ത്രെറ്റ് ആണ് എന്നുള്ളത് ഗവൺമെന്റിന് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു കടന്നുകയറ്റം ആ ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രൈബൽ പീപ്പിളിനുള്ളിൽ നിന്ന് തന്നെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ 1500 രൂപ വേതനത്തിൽ ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓക്കെ, അതോടുകൂടിയാണ് നക്സൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ട്രൈബൽസിന്റെ ആ ഒരു മൂവ്മെന്റ് നക്സലൈറ്റ് ബാക്കപ്പ് ചെയ്തുള്ള ഒരു ഗവൺമെന്റും ആയിട്ടുള്ള ഒരു വാറ് മെയിൻലി തുടങ്ങുന്നത് അല്ലെങ്കിൽ ശക്തമാകുന്നത് ആ ഒരു ഇൻസിഡന്റോട് കൂടിയാണ്. പിന്നെ അരുന്ധതി റോയ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് കോർപ്പറേറ്റ്സുകൾ എങ്ങനെയാണ് ട്രൈബൽസിനെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ CSR ആക്ടിവിറ്റീസ് അന്ന് എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അതായത് ഇപ്പം നമുക്കറിയാം കോർപ്പറേറ്റ്സുകളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ച് റെസ്പോൺസിബിലിറ്റി സമൂഹത്തോടുണ്ട്. അപ്പൊ അവരുടെ പ്രോഫിറ്റിൽ നിന്നൊരു ഇത്ര ശതമാനം, എനിക്ക് തോന്നുന്നു 2-3% അത് സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു ക്ലോസ് ഉണ്ട്. അപ്പൊ CSR ആക്ടിവിറ്റീസ് നടത്തുന്ന അതിന്റെ മറവിൽ ഇവര് എത്രത്തോളം നാച്ചുറൽ റിസോഴ്സസിനെ ചൂഷണം ചെയ്യുന്നുണ്ട്, അതിന് എത്രത്തോളം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ട്രൈബൽ പീപ്പിൾസ് നാച്ചുറൽ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവരെ അവിടെ നിന്ന് എവിക്ട് ചെയ്തുകൊണ്ട് കാടുകളിലേക്ക് കോർപ്പറേറ്റ്സിന് തീരെ എഴുതി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതും അതിനെപ്പറ്റി അരുന്ധതി റോയ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ട്രൈബൽ പീപ്പിൾസിന് അതേപോലെ തന്നെ അവരെ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു PLG എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്കും ഏറ്റവും കൂടുതൽ ത്രെറ്റ്സ് ആയിട്ടുണ്ടായിരുന്ന 2 ആൾക്കാരാണ്. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റ്, കോർപ്പറേറ്റ്, പോലീസ് പോലുള്ള മീഡിയ പോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും, അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് മിഷണറീസും കാര്യങ്ങളൊക്കെ ട്രൈബൽ പീപ്പിളിന് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാട്ടിലേക്ക്. അപ്പൊ ആ ഒരു സമയത്ത് ബാബ ബിഹാരി ദാസ് എന്ന് പറയുന്ന വ്യക്തി ബ്രിങ് ട്രൈബൽസ് ബാക്ക് ഇൻ ടു ഹിന്ദു ഫോൾഡ് എന്ന് പറയുന്ന രീതിയിൽ ട്രൈബൽ കൾച്ചറിനോട് ട്രൈബൽ പീപ്പിളിന്റെ ഉള്ളിൽ തന്നെ ഒരു ഹേട്രഡ് ഉണ്ടാക്കി അവരെ ദ്വിജാസ് ആക്കി മാറ്റുക എന്നുള്ള രീതിയിൽ ഒരു ബ്രാഹ്മണൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ
ക്ലാൻ ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, മുഖ്യന്മാര്, ഗ്രാമമുഖ്യന്മാര്, അതേപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒരു ബ്രാഹ്മണൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ശക്തമായിട്ടുണ്ട്. അതായത് ട്രൈബൽസിനുള്ളിൽ തന്നെ സാധാരണയായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലീഡറിന്റെ പേര് പറയുന്നുണ്ട്, മഹേന്ദ്ര കർമ്മ എന്നാണ് അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. ഒരു വില്ലേജ് ചീഫ് ആണ്, ലാൻഡ് ലോർഡ് ആണ്. അവര് സൽവാ ജുദും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവര് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ത്രെറ്റ് ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നെ അരുന്ധതി റോയ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു PLWGന്റെ കീഴിൽ ട്രൈബൽ പീപ്പിൾ അസംബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് ദണ്ഡകാരണ്യം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു പീപ്പിൾസ് ഗവൺമെന്റ് ബേസ് ചെയ്തിട്ടാണ്. അതായത് ജനധന സർക്കാർ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉണ്ടാക്കുന്നുണ്ട് ഇവരവിടെ. അതായത് ഒരു ചൈനീസ് റെവല്യൂഷൻ അല്ലെങ്കിൽ വിയറ്റ്നാം സ്ട്രഗിളിന്റെ ഒക്കെ ഒരു പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് ഈ ജനധന സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ജനധന സർക്കാരുകൾക്ക് ഓരോ വില്ലേജുകളിലും 500 മുതൽ 5000 വരെയുള്ള ആളുകൾ താമസിക്കുന്ന ക്ലസ്റ്റേഴ്സിനെയാണ് ഇവര് ജനധന സർക്കാരായിട്ട്, അവിടെ നിന്ന് ആൾക്കാരെ എലക്ട് ചെയ്തിട്ടാണ് ജനധന സർക്കാർ ഉണ്ടാക്കുന്നത്. അപ്പൊ ജനധന സർക്കാരിന് 9 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കൃഷി, അതേപോലെ തന്നെ വ്യാപാര ഉദ്योग, എക്കണോമിക്സ്, ഡിഫൻസ്, ഹെൽത്ത്, പബ്ലിക് റിലേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ, ജംഗിൾ, ഇങ്ങനെ 9ഓളം ഡിപ്പാർട്ട്മെന്റ്സ് ജനധന സർക്കാരിനുണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റ് എല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ തന്നെ മറ്റൊരു ഗവൺമെന്റ് അവരവിടെ ഫോം ചെയ്യാണ്. അതേപോലെ തന്നെ ഈ ജനധന സർക്കാരുകൾ ഓരോ ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് വരുന്നത്. 3 ഏരിയ കമ്മിറ്റികൾ ഒരു ഡിവിഷൻ ആവുന്നു. അങ്ങനെ 10ഓളം ഡിവിഷൻസ് ദണ്ഡകാരണ്യത്തിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ ദണ്ഡകാരണ്യക്കുള്ളിൽ തന്നെ ഒരു സെൽഫ് റിലയൻസ് മോഡിലാണ് ഇവര് പ്രവർത്തിക്കുന്നത്. അപ്പം അരുന്ധതി റോയ്ക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് കാണുന്ന സമയത്ത്, അതായത് ജനധന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ അല്ല, പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഭാഗമാണ് ജനധന സർക്കാരെങ്കിലും ജനധന സർക്കാർ ചെയ്യുന്ന ആ ഒരു കാര്യം, അതായത് ഈ കൃഷി, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സെൽഫ് റിലയൻസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അരുന്ധതി റോയ്ക്ക് ഒരു പോയിന്റിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് ദേ ആർ മോർ ഗാന്ധിയൻ ദാൻ റിയൽ ഗാന്ധിയൻസ് എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു സെൽഫ് റിലയൻസ് പ്രിൻസിപ്പിൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് അരുന്ധതി റോയ് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട്. സ്ത്രീകളുടെ കാര്യം എന്ന് പറയുമ്പോൾ പീപ്പിൾസ് ലിബറേഷൻ ആർമീന്റെ വനിതാ വിഭാഗമാണ് ആദിവാസി മഹിളാ സംഗതാൻ എന്നുള്ള രീതിയിൽ 1986 തുടങ്ങുന്നത്. അത് പിന്നീട് ക്രാന്തികാരി ആദിവാസി മഹിളാ സംഗതനായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവര് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആദിവാസി ട്രഡീഷൻസ്, വിമൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആദിവാസി ട്രഡീഷൻസിനെയാണ്. അതായത് ഇപ്പം ഫോഴ്സ്ഡ് മാരേജസ്, അതേപോലെ തന്നെ മെൻസ്ട്രേറ്റിംഗ് വിമന് അവർ വില്ലേജിന് പുറത്ത് ഒരു കുടില് കെട്ടി അവിടെ താമസിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവര് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാഡി ഫീൽഡ്സിൽ സ്ത്രീകളെ വിത്ത് വിതയ്ക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഒരു അരുന്ധതി റോയ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് മുട്ട കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊരു ആചാരം അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബൈഗാമി ഫോളോ ചെയ്തിരുന്നു. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു ക്രാന്തികാരി മഹിളാ സംഘടന കൂടുതലായിട്ടും പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവര് ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക അവര് ട്രൈബൽ കൾച്ചറിനുള്ളിലുള്ള ആ ഒരു വിമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആചാരങ്ങളെ മാത്രമല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് ഓപ്പൺലി അരുന്ധതി റോയോട് പറയുന്ന കാര്യമുണ്ട്. ഈവൻ ഈ പറയുന്ന PLA പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കുള്ളിൽ പോലും പാർട്ടി മീറ്റിങ്ങുകളിൽ ഈ പറയുന്ന വിത്ത് വിതയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു സമ്പ്രദായം തെറ്റാണെന്നും അത് അംഗീകരിപ്പിക്കാമെന്നും ആണുങ്ങൾ സമ്മതിക്കുമെങ്കിൽ കൂടിയും പിന്നീട് അത് പ്രാവർത്തികമാക്കാനായിട്ട് അവരൊന്നും ശ്രമിക്കാറില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യം, അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് പരിഹാരമായിട്ട് ജനധന സർക്കാരിന് കീഴിലുള്ള കോമൺ ലാൻഡ്സിലാണ് സ്ത്രീകളെ വിത്ത് വിതയ്ക്കാൻ അനുവദിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ 45% സ്ത്രീകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നമുക്കറിയാം ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതായത് വെപ്പൺസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഫുള്ള് രാത്രിയിലും പകലിലും ഒക്കെ കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ 45% ഉണ്ടായിരുന്നത് സ്ത്രീകളാണ്.
അപ്പൊ സ്ത്രീകൾക്കും അവിടെ രണ്ട് ത്രെറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു അവരെ ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു ത്രെറ്റ്, അതേപോലെ തന്നെ ഇവർക്ക് ഇതിനുള്ളിൽ തന്നെ ട്രൈബൽ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ത്രെറ്റും അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് PLLത്തെ ഒരു കോമ്പോസിഷൻ പറയുന്നുണ്ട്. PLLത്തെ കോമ്പോസിഷനിലും പറയുന്നുണ്ട് ഇവരുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വരുമ്പോഴേക്കും ഇവൻ 45% സ്ത്രീകളായിട്ട് പോലും സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വരുമ്പോഴേക്കും രണ്ട് സ്ത്രീകളെ അതിൽ ഉള്ളൂ. അതിൽ തന്നെ ഒരാള് മരിച്ചു, കോളറ ഒന്നോ മറ്റോ മരിച്ചു, മറ്റേ ആള് ജയിലിലായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഇവര് തുറന്നു പറയുന്നുണ്ടായിരുന്നു റോയിന്റെ അടുത്ത് ഈവൻ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇതിനുള്ളിൽ തന്നെ വരാനുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവര് പോലീസിന്റെ ചൂഷണങ്ങൾക്കെതിരെയും ട്രൈബൽ കമ്മ്യൂണിറ്റിക്കുള്ളിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കെതിരെയും എല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ഒരു അരുന്ധതി റോയ് ഇതിലൊരു അവരുടെ ഒരു ഫംഗ്ഷൻ, ഇയർലി വൺസ് നടക്കുന്ന ഒരു ഫംഗ്ഷൻ, ഭൂംകാൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അരുന്ധതിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന ദണ്ഡകാരണ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് PLAയിലുള്ള ആളുകൾ ഒന്നിച്ചു കൂടുകയും വർഷത്തിൽ ഒരിക്കലും ഒന്നിച്ചു കൂടുകയും അവരുടെ രക്തസാക്ഷികളെ അവരുടെ ഗ്രൂപ്പിൽ പെട്ട് മരിച്ചുപോയ എൻകൗണ്ടേഴ്സിൽ മരിച്ചുപോയ ആളുകളെ ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ അവരുടെ കൾച്ചറൽ ഗ്രൂപ്പ്, അവരുടെ പാട്ടുകൾ, അതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇതില് ഒരു പാർട്ടി സ്പോക്ക് പേഴ്സണെ ഇവർ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് മീഡിയ പേഴ്സൺസ് ഇതുപോലെ അവരെ മീറ്റ് ചെയ്യുകയും അവരുടെ അടുത്ത് നിന്ന് വാർത്തകൾ എടുത്തിട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഒറിജിനലി പബ്ലിഷ് ചെയ്ത് വരുന്ന ന്യൂസസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പൊ ഒരു അത്യാവശ്യം ഒരു സിൻസിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണോ അവിടെ കണ്ടത്, എന്താണോ അവിടെ കേട്ടത്, എന്താണോ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അത് തന്നെ എഴുതാനായിട്ട് ഈ പുസ്തകത്തിലൂടെ പുറത്തേക്ക് മറ്റുള്ള ജനതയ്ക്ക്, സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി റോയ് ശ്രമിച്ചിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന സ്പോക്ക് പേഴ്സൺ ആയിട്ട് വന്ന ആള് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അവര് തന്നെ പറയുന്നുണ്ട് അവരുടെ പല മൂവ്മെന്റ്സിലും നിരപരാധികളായിട്ടുള്ള ആളുകളും മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അരുന്ധതി റോയ് ചിന്തിക്കുന്ന ഒരു കാര്യം, അരുന്ധതി റോയ്ക്കും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. ഇവര് എന്താണ് ചെയ്യേണ്ടത്? പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ പോയിട്ട് ധർണ ഇരിക്കണോ കോർപ്പറേറ്റുകൾക്കെതിരെ? അതോ ഈ പറയുന്നത് അവര് പറയുന്നുണ്ട് നമ്മളുടെ നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സ്ട്രൈക്കുകളും അതിന്റെ പരിണാമവും എല്ലാം അരുന്ധതി റോയ് ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഇതുമായി കമ്പയർ ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ കുറച്ച് ദിവസത്തേക്ക് ദണ്ഡകാരണ്യത്തിനുള്ളിൽ അവർക്ക് താമസിക്കാൻ പറ്റുകയും ഒരുപാട് ആൾക്കാരെ അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് രാത്രിയിൽ ഇവരിങ്ങനെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. ഒരു 14-15 വയസ്സ് മുതലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഭൂംകാലിൽ പോകുമ്പോൾ ഇവരൊരു ഡോക്ടറിനെ കാണുന്നുണ്ട്. ഡോക്ടർ അവിടെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ക്യാമ്പ് നടത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയുള്ള സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും അനീമിക് ആണ്. അതേപോലെ തന്നെ അവരുടെ ബോഡീസ് ഭയങ്കര വീക്കാണ്. അവർക്കൊരു പ്രോട്ടീനോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ ഭയങ്കര വീക്കാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവരുടെ ഒരു ഓർഗനൈസേഷൻ എത്ര പെട്ടെന്നാണ് രാത്രി, ഇവര് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുന്നില്ല, രാത്രി ഇവര് ക്യാമ്പ് സൈറ്റ്സ് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അരുന്ധതി റോയ് പറയുന്നുണ്ട് രാവിലെ എണീറ്റപ്പോൾ അവിടെ ഒരു ക്യാമ്പ് ഉള്ളത് പോലെ പോലും തോന്നിയിട്ടില്ല. കാരണം അരുന്ധതി റോയ് അവിടെ ചെന്ന് ഇവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നതല്ല. അപ്പോൾ ഈ കത്തിച്ചതിന്റെ ആഷസ് അല്ലാതെ മറ്റൊന്നും അവിടെ കാണാനില്ല. പിന്നെ രാത്രിയിൽ ഇവരങ്ങനെ ടോർച്ചിന്റെ സഹായം പോലും ഇല്ലാതെ കാടിനുള്ളിലൂടെ, ഓൾറെഡി കാട്ടിൽ ഇരുട്ടായിരിക്കും. നമ്മൾ കാട്ടിലൊക്കെ ആരെങ്കിലും ട്രെക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, കാട്ടില് രാവിലെ ആയാൽ പോലും അത്ര നമ്മൾ പകല് നമ്മുടെ നാട്ടിൽ കാണുന്ന അത്രയും വെളിച്ചമൊന്നും അല്ല കാട്ടിലുണ്ടാവുക. അപ്പം കാട്ടിൽ ഇരുട്ടി തുടങ്ങി കഴിഞ്ഞാൽ അതിലും ഇരുട്ടായിരിക്കും. അപ്പൊ ആ ഇരുട്ടത്തൂടെ ഒരു ടോർച്ചിന്റെ സഹായം പോലും ഇല്ലാതെ പോകുന്ന കാര്യവും ഇവർ പോകുന്ന യാത്രകളിൽ കുന്ന്, മല, പാറക്കല്ലുകൾ ഇതെല്ലാം എങ്ങനെ അവർ താണ്ടുന്നു എന്നുള്ളതും അരുന്ധതി റോയ് മാത്രമാണ് അവിടെ ടോർച്ച് ഉപയോഗിച്ചത് എന്നുള്ളതും എല്ലാം അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ പുസ്തകത്തില് ഈ ബുക്കിൽ തന്നെ ആദ്യത്തെ ഒരു പേജിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അരുന്ധതി റോയ് ഒരു വൺ സൈഡഡ് വ്യൂ ആണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഒരു മൂവ്മെന്റ്സിനെ പറ്റി എഴുതിയതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ അല്ലെങ്കിൽ ദണ്ഡകാരണ്യവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ കോർപ്പറേറ്റ്സുകളുടെ ഒരു ഇടപെടൽ കൊണ്ട് അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ കൊണ്ട് അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിലേക്ക് വരുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലെ തന്നെ പ്രശ്നങ്ങൾ,
എത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫൈറ്റാണ് നടത്തേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ മനസ്സിലാവും. അരുന്ധതി റോയ് അവരുടെ ഒരു നക്സൽ PLAയുടെ മെമ്പേഴ്സിന്റെ കൂടെയുള്ള ആ ഒരു ജേണിയും അവരുടെ എക്സ്പീരിയൻസും ആണ് ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്നുണ്ട്, ഇനി ഞാൻ ഇവരെ ആരെയും കാണണമെന്നില്ല, പക്ഷെ ഈ ഒരു ദിവസങ്ങൾ തന്ന മെമ്മറീസ് എപ്പോഴും ലൈഫ് ലോങ് ചെറിഷ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നെല്ലാം അരുന്ധതി റോയ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വളരെ ചെറിയൊരു പുസ്തകമാണ്. ഒരു 199 രൂപയൊക്കെ വിലയൊക്കെ ഉള്ളൂ. അപ്പം വളരെ ചെറിയൊരു പുസ്തകമാണ്, പക്ഷെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്നൊരു പുസ്തകമാണ്. നല്ലൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. താങ്ക് യു ഹീര, വളരെ നല്ലൊരു വായനാനുഭവം പങ്കുവച്ചതിന്. അടുത്തതായി നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും കൂട്ടിച്ചേർക്കാനുള്ള സമയമാണിത്. കീർത്തന ചോദിച്ചോളൂ. ഹീര, നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്ലിയർ ആയിരുന്നു ശരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബുക്സ് ആകുമ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ തലത്തിലല്ലാതെ വേറെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകേണ്ടി വരുമല്ലോ. താങ്ക് യു. എനിക്കിപ്പോ മോളോട് ചോദിക്കുകയാണത് എന്തുകൊണ്ട് ഇങ്ങനത്തെ പുസ്തകം സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണർ ആണല്ലോ. അപ്പൊ കുറച്ച് ഹിസ്റ്ററി, കുറച്ച് ബേസിക് ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണല്ലോ കുറച്ചുകൂടെ ഉൾക്കൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. എനിക്ക് മോള് പ്രസന്റ് ചെയ്തപ്പോ ഒരുപാട് മൂവീസ് ഒക്കെ ഓർമ്മ വന്നു. റീസെന്റ് ആണ് ഞാൻ കണ്ണത്തിൽ മുത്തമിട്ടാലൊക്കെ കണ്ടത്. അപ്പൊ അതില് വേറൊരു വേർഷൻ കാണിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവരുടെ ലൈഫ് എന്താണെന്ന് കുറച്ചുകൂടെ. ഇപ്പൊ മഹാശ്വേതാദേവിയുടെ ബുക്സ് ഒക്കെ വായിച്ചപ്പോ ഇത് ഭയങ്കര ഡീപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അവർ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു വേർഷൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സത്യത്തിൽ ഹീരമിസ് എൻ്റെ അടുത്ത് പെട്ടെന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 2024 ലാസ്റ്റ് വായിച്ച പുസ്തകമാണിത്. അപ്പോ വായിച്ചപ്പോ എനിക്ക് തോന്നി, പൊതുവെ ഈ പറയുന്നത് പോലെ നമ്മൾ കൂടുതലായിട്ടും ഒരു മീഡിയ പ്രസന്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ അപ്പുറത്തേക്കൊരു അതിന്റെ ഉള്ളിലുള്ള സ്റ്റോറീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ ഈ ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പേര് കണ്ടു. ഞാൻ എന്റെ PG ആക്ച്വലി MSW-ലാണ്. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് ഈ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ മെന്റർ ആയിട്ടുള്ള മാം ആക്ച്വലി ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാം പറഞ്ഞൊരു ഇൻസിഡന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നുണ്ട്. മാമിന് ആക്ച്വലി അവിടെ ഒരു ജോലി കിട്ടി. അവരുടെ കൂടുതൽ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ മൈനിങ്ങിന് വേണ്ടിയിട്ട് മൈനിങ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓഫീസസും ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. മാം CSR-ലായിരുന്നു ജോലിക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ഈ ഒരു ഓഫീസിന് ഉള്ളിലേക്ക് പോകുമ്പോൾ മാം ഫസ്റ്റ് കാണുന്ന ഒരു വാർത്ത, CSR ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പം മാം ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ആൾക്കാർ വെള്ളത്തിന് വേണ്ടി സമരം ചെയ്യാനിരിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കതിങ്ങനെ മിസ് അത് പറയുമ്പോൾ എനിക്കത് വിഷ്വലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ പലർക്കും. ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈവൻ അതിപ്പം CSR വഴിയായിട്ടായാലും ഗവൺമെന്റ് വഴിയായിട്ടായാലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ടും നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലേ എപ്പോഴും ഉപയോഗിക്കുന്നത്. അതായത് ഓരോ പോളിസീസ് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊടുക്കുകയാണല്ലോ. എത്രത്തോളമാണ് നമ്മൾ അവരുടെ വിഷയങ്ങൾ, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പഠിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊജക്ട് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ ബുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മിസ്സോ എന്ന് പറഞ്ഞപ്പം ഒന്ന് ഓർമ്മയിൽ കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ലാസ്റ്റ് വായിച്ചത് കൊണ്ട് തന്നെ. അപ്പൊ ഇതൊരു പെർട്ടിക്കുലർ വേറൊരു തരത്തിലുള്ള പുസ്തകം ആയതുകൊണ്ട് എന്നാ പിന്നെ ഇത് പ്രസന്റ് ചെയ്തോട്ടെ എന്ന് മിസ്സിനോട് ചോദിച്ചപ്പോൾ മിസ് എന്നാ പ്രസന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു മോളെ. അപ്പൊ ഈ ഒരു ബാക്ക് സ്റ്റോറിയും കൂടെ കേട്ടപ്പോ കുറച്ചും കൂടെ അതൊന്ന് ഹൈലൈറ്റഡ് ആയി. നന്നായിട്ടുണ്ട്. ഞാൻ PG പ്രൊജക്ട് ചെയ്തതും അരുന്ധതി റോയുടെ ഒരു ബുക്ക് വെച്ച്, നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പൊ എനിക്കും കുറച്ചുകൂടെ കണക്ഷൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ അരുന്ധതി റോയിനെ കണ്ടപ്പോ എന്തായാലും ഞാൻ കെയർ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു.
അഖിര നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു എന്ന് പറയാനില്ല. ഈ പറഞ്ഞ പോലെ നല്ലൊരു ഒഴുക്കിൽ അങ്ങോട്ട് പോവായിരുന്നു. അത്രയും ഈ പറഞ്ഞാല് പറഞ്ഞിട്ടും തീരാത്ത പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവായിരുന്നു. അപ്പോ ഞാന് ചോദിക്കാൻ വന്നൊരു സംഭവം നേരത്തെ കീർത്തന ചോദിച്ചു. ഇപ്പൊ ഈ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്റെ മനസ്സിലേക്ക് അപ്പോഴും ഓടി വന്നിരുന്നു. അത്രയും മനസ്സില് പതിഞ്ഞൊരു സിനിമയും കൂടിയായിരുന്നു അത്. അത് തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് കളക്ട് ചെയ്ത സിനിമയാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഈ ഒരു സീൻസ് ഒക്കെ പലപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഈ ട്രൈബൽ ഇതിലേക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സിലബസിൽ ഉണ്ടായിരുന്നത് പിന്നീട് PG സിലബസിൽ നിന്ന് മാറ്റി അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നുവല്ലോ. അപ്പൊ എപ്പോഴും അരുന്ധതി റോയ് ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സീസിന്റെ കൂടെയാണ്. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും ഹീറോ വായിച്ചിട്ടുണ്ടോ അരുന്ധതി റോയുടെ? ഇതിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടാനുണ്ടായിട്ടുള്ളൊരു കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതുപോലെ വേറെ റൈറ്റേഴ്സിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് പിടിച്ചിരുത്തുന്ന എന്ത് ഒരു പ്രത്യേകതയാണ് അരുന്ധതി റോയിൽ കണ്ടിട്ടുള്ളതെന്നൊന്ന് വിശദീകരിക്കാമോ? മിസ്, ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഞാൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പുസ്തകം അത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചിരിക്കുന്ന ഈ പുസ്തകമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അരുന്ധതി റോയ് എപ്പോഴും അവരിങ്ങനെ ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും കരുതിയിട്ടല്ല അവർ ഒപ്പീനിയൻസ് പറയുന്നത്. മിക്കവാറും എല്ലാ വിഷയങ്ങളിലും സ്ട്രോങ് ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു വിമനും കൂടെ ആണല്ലോ, അപ്പം അങ്ങനെ ഒരു താല്പര്യം, ഒരു ഇഷ്ടം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. സ്ട്രോങ് വിമൻ എന്നൊരു ഇത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. ഓക്കെ ഹീര, അത് ചേർത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു 3-4 ദിവസം മുമ്പ് പാർവതി തിരുവോത്തും അരുന്ധതി റോയും കൂടിയുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ 2 സ്ട്രോങ് വിമൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് ശരിയാണ്. പറഞ്ഞ പോലെ ഞാനും ഒരു MPhil ചേർന്ന സമയത്തായിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇറങ്ങിയതും. എനിക്ക് തോന്നുന്നു 97 കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ അന്ന് വായിച്ചിരുന്ന ഒരു പുതിയൊരു എന്താ പറയുക, എല്ലാവരിലേക്കും ഒരു സിമ്പിൾ ലാംഗ്വേജ്, പക്ഷെ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തുന്ന രീതിയിലുള്ള അല്ലേ, അങ്ങനെ കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നല്ലോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്. അപ്പൊ ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളല്ലോ എന്നൊക്കെ ആദ്യത്തെ വായനയിൽ തോന്നിയിരുന്നു. പക്ഷെ പിന്നീടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു വേറിട്ട കൃതിയാണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അരുന്ധതി റോയ് ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ പല സംരംഭങ്ങളിലുണ്ട്, പറയുന്ന കാര്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞ ഹീര പെട്ടെന്ന് അതുകൊണ്ടാണ് അരുന്ധതി റോയ് എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഓക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, അപ്പോൾ ഉടനെ തന്നെ അത് വായിക്കും. അപ്പൊ അതിന് പ്രേരണ തന്നതിന് ഹീരയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ കീർത്തനയും വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചത്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പങ്കെടുക്കുക. പല ടീച്ചറൊക്കെ ഉണ്ട് ഇതിൽ. ടീച്ചറും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവുക. ബാക്കി കുട്ടികൾ കുറച്ച് പേരില്ലേ, നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ഹീരയോട് ചോദിക്കാം. കാരണം അത്രയും ആഴത്തിൽ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട്. ഓക്കെ ഹീര, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ മാം. ഹലോ ഹലോ, പറഞ്ഞോളൂ സർ. ഓഡിബിൾ ആണോ? ഓക്കെ. ഞാൻ അതെ ഓഡിബിൾ. പ്രസന്റേഷൻ നല്ല രസമുണ്ടായിരുന്നു. വളരെ പുതിയ വായനക്കാർക്കും അതിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പം ഞാൻ അരുന്ധതിയുടെ പുസ്തകങ്ങൾ തുടർച്ചയായി വായിക്കുന്ന ഒരാളൊന്നും അല്ല. അപ്പം ഇപ്പോൾ ഈ പ്രസന്റേഷൻ കേട്ടോടുകൂടി ഞാൻ അരുന്ധതി റോയുടെ മറ്റു കൃതികളിലോട്ട് ആകൃഷ്ടനായി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അരുന്ധതി റോയുടെ പുസ്തകങ്ങൾ മറ്റു കഥാകാരന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് എന്ത് രീതിയിലാണ് വ്യത്യസ്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ വായനക്കാരന് നൽകാൻ സാധിക്കുന്ന ഒരു സന്ദേശം പറയാമോ? ഇങ്ങനെ ഡീപ്പായിട്ടൊക്കെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നും പറയാൻ അറിയില്ല. എനിക്ക് തോന്നിയിരിക്കുന്ന എല്ലാ എഴുത്തുകാർക്കും അവരുടേതായ ഒരു
ശൈലി ഉണ്ട് എഴുതുന്നതില്. പക്ഷെ എനിക്കിപ്പോ ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഹീറോമിസ് ഉണ്ട്, എനിക്ക് പറയാൻ മടിയുണ്ട്. എന്നാൽ പോലും എനിക്ക് പൊതുവെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഈ നോൺ ഫിക്ഷൻ ഒക്കെ വായിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ എനിക്ക് ഈ പുസ്തകം ഞാൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചിരിക്കുന്നത് മലയാളമാണ് വായിച്ചിട്ടുള്ളത്. അപ്പം ഈ പുസ്തകം എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ അത് ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ്. ഞാൻ വായിക്കാതെ 2022 തോന്നുന്നു കിട്ടുന്നത്, അല്ല 23 കിട്ടുന്നത്. 2 വർഷം, ഒരു 1.5 വർഷത്തോളം ഞാനിത് വായിക്കാതെ വെച്ചു. മടി കൊണ്ടാണ് വായിക്കാത്തത്. അപ്പം മടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എനിക്ക് ഇംഗ്ലീഷ് നോൺ ഫിക്ഷൻ വായിക്കാൻ ഇത്തിരി മടിയുണ്ട്. പക്ഷെ എനിക്കിത് വായിച്ചപ്പോൾ ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഹിസ്റ്ററി ആണല്ലോ, കൂടുതലായിട്ടും ഹിസ്റ്ററി ആണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ആണ്. കുറെ കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് വരുന്നുണ്ട്. പിന്നെ ഇത്തിരി പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഗവൺമെന്റിനെ പറ്റി, പല പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതില്. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ മടുപ്പ് തോന്നും. എനിക്ക് മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു മടുപ്പ് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം വളരെ കണക്ട് ചെയ്തല്ല എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് ഈ പറയുന്ന SPOസിനെ സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം ഈ ഒരു ഗ്രൂപ്പിലുള്ള PLA ഗ്രൂപ്പിലുള്ള ഒരാളുടെ തന്നെ ബ്രദർ, അവര് ഫാമിലി തന്നെ രണ്ടായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് പിന്നെയും SPOയുടെ കാര്യം പറയുന്നത് കുറെ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഇൻസിഡന്റും പഴയ ഇൻസിഡന്റും ആയിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുന്ന പോലെ തോന്നി. എനിക്ക് ബാക്കി പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാത്തതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളിലും സിമ്പിൾ ലാംഗ്വേജ് ആണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ ഒരു പുസ്തകത്തിലും ഈവൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലും ഒക്കെ ആയാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. Okay, ma'am. Thank you. Thank you for inspire me. ഹീര സൂപ്പർ അവതരണമായിരുന്നു. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഹീര സർ. എന്ന ഹീര എന്ന വാക്കിന് പല അർത്ഥങ്ങളും കേട്ടിട്ടുണ്ട്. രത്നം അല്ലെ, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും വളരെ രത്ന സമമായ ഒരു ഡയമണ്ട് തുല്യമായിട്ടുള്ള വ്യാഴാഴ്ച വായനാഴ്ച ലക്കമായിരുന്നത് എന്ന് പറയാൻ സാധിക്കുന്നു. കാരണം ഒരു പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് നമ്മുടെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറയുമ്പോൾ വിമുഖത കാണിക്കുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ പുസ്തകങ്ങളോടൊക്കെ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ കാലത്ത് ഹീര വായിച്ചതിനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതും ഇപ്പോൾ ജെറാൾഡ് ചോദിച്ചപ്പോൾ സത്യസന്ധമായിട്ട് അധികം വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വിനയപൂർവ്വം പറയുകയും അത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം പുസ്തകങ്ങളെ വായിക്കുന്നൊരു രീതിശാസ്ത്രം കൃത്യമായി ഒരാളുടെ വായന തന്നെയാണ് ഇര ഇവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഒരുപാട് വിൻഡോസ്, ഒരുപാട് വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു വായനാഴ്ച ലക്കമായിരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ പറഞ്ഞതിനെ വിമർശിക്കാനോ തോന്നിപ്പിക്കാത്ത അത്ര രീതിയിൽ എല്ലാവരെയും നിശബ്ദരാക്കുന്ന, ഇനി കൂടുതൽ വായിക്കണമെന്ന് പലരെയും കൊണ്ട് തീരുമാനം എടുപ്പിച്ചൊരു ലക്കം കൂടിയായിരുന്നു എന്ന് പ്രത്യേകം പറയുകയാണ്. കാരണം എല്ലാവരും ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ മാസം തമിഴ്നാട്ടിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ ഇങ്ങനെ പുസ്തകങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കണതിൽ ഒരു പുസ്തകം, അവിടുത്തെ തമിഴ് ബുക്സ് ഒരെണ്ണം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആയിരുന്നു, ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു ഛായ തോന്നി, ഒരു മലയാളിത്തം അതിലുള്ളത് കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആണെന്ന്. ചിഹ്ന വിഷയങ്ങളിൽ കടവുൾ എന്നുള്ള ഒരു പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും ആകർഷണീയമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നിലനിൽക്കെ ഈ പുസ്തകം സമ്മാനം കിട്ടിയതാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശദമായി പറഞ്ഞു തന്നതിനുള്ള പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരു പുസ്തകം വായിച്ചിട്ട് ഇതുപോലെയാണ് സംസാരിക്കേണ്ടതെന്ന് പറയുകയാണ്. എന്തായാലും മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സമകാലികമായ അഭിമാനങ്ങളിൽ ഒരാളാണ് നമ്മുടെ അരുന്ധതി റോയ്. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയൊന്നുമില്ല. ഗാന്ധിജിയെ പോലും വിമർശിച്ചിട്ടുള്ള ആളാണല്ലോ അരുന്ധതി റോയ്. എല്ലാ ഭരണകൂടത്തെയും എല്ലാതിനെയും
തൻ്റെ ചിന്തകൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി അതിങ്ങനെ ഭീകരമായ ഭാഷയിൽ തന്നെ പറഞ്ഞുകൊണ്ട്, ലളിതം എന്നതിനേക്കാളും ഒരു ഭീകരമായ ഭാഷയിലാണ് അവരുടെ എഴുത്തുകൾ പോകുന്നത്. ഓരോന്നും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഭൂരിപക്ഷത്തിന് അതിനോടൊപ്പം നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പോലും ഇതിൽ പറയുന്ന ഗറില്ല യുദ്ധങ്ങളായാലും ഇത്തരം കാടിലൂടെയുള്ള അത്തരം പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ അത്ര പ്രതിരോധങ്ങളായാലും നമുക്കത് അതിലെന്ത് പങ്ക്, അല്ലെങ്കിൽ നമുക്കതൊക്കെ എന്തിനാണ് അറിയേണ്ടതെന്ന് ചിന്തിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തി. എന്തായാലും വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഇത് വായനയ്ക്ക് ഒരു ഒരു പുതിയ, എന്തായാലും ഇത് ഇന്ന് കേട്ടവരെല്ലാവരും അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ചെയ്യുമെങ്കിലും ചെയ്യും ഈ പുസ്തകത്തെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇതിന് മോഡറേറ്ററായിട്ട് ദിയ ദേവ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനും പ്രത്യേകം ദിയയെ അഭിനന്ദിക്കുകയാണ്. നമുക്ക് സ്വാഗതം പറഞ്ഞ അനുവർണയും നല്ല രീതിയിൽ നമുക്ക് സ്വാഗതം പറഞ്ഞു. അനുവർണ പോയും തോന്നുന്നു. എന്തായാലും ഇനി നന്ദി പറയുന്ന ദിവ്യയ്ക്കും പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. കൂടുതൽ വായിക്കാനും അത് സാധാരണയുള്ള വായനയേക്കാൾ അപ്പുറം ഇങ്ങനെ കടന്നു വായിക്കാനുള്ള ഒരു പ്രേരണ ഹീര തന്നതിൽ വലിയ സന്തോഷം വീണ്ടും വീണ്ടും പറയുകയാണ്. നമുക്ക് ഈ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വളരെ അസഹ്യമായിട്ടുള്ള വിഷയങ്ങളെയാണ് അരുന്ധതി റോയ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് സഹനീയമായിട്ടുള്ള, നമുക്ക് കേവലം ഓർത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒതുങ്ങാതെ നമ്മുടെ ചിന്തയായാലും വായനയായാലും ഇങ്ങനെ വിപുലപ്പെടുത്തണമെന്നും എഴുത്തിനും ചിന്തയ്ക്കും കൂടി ഒരു മാതൃക അരുന്ധതി റോയ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അത് ഓരോ പുസ്തകത്തിലും ഓരോ തരമാണ്. കമ്മ്യൂണിസ്റ്റിന്റെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ ലൈംഗിക അരാജകത്വം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പല വിമർശനങ്ങളും ഇവരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു എഴുത്ത് തന്നെയാണ്. അപ്പോൾ വിമർശനത്തിനും ഒരു മോഡലായിട്ട് നമുക്ക് ഇവരെ ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത്രയും നല്ല വാക്കിംഗ് വിത്ത് ദി കോംറേഡ്സ് എന്നുള്ള പുസ്തകം ഇനി വായിച്ചില്ലെങ്കിൽ പോലും മനസ്സിലൊരു സിനിമ പോലെ, നേരത്തെ കീർത്തന പറഞ്ഞ പോലെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള പുസ്തകത്തെ അതിനേക്കാളും സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചതിലും വലിയ സന്തോഷം വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. എത്ര പറഞ്ഞാലും മതി വരില്ല. സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് നിർത്തുകയാണ്. ഹീര, നാളെ ഹീരയ്ക്ക് ഒരു കുതിരപ്പവൻ തരുന്നുണ്ട്. എന്തായാലും സന്തോഷം കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. നന്ദി പറയുന്നതിനായി 1ാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ ദിവ്യ ബിജുവിനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്ന ദൗത്യമാണ് എൻ്റേത്. ആദ്യമായി നമ്മുടെ കോളേജിൻ്റെ ഏതൊരു സംരംഭത്തിലും താങ്ങും പ്രചോദനവുമായി നമ്മോടൊപ്പമുള്ള നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മാമിനോട് കോളേജിൻ്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. വായന എന്നത് നമുക്ക് ഏവർക്കും അനിവാര്യമായ ഒരു ശീലമാണ്. പുസ്തകങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനും വായനാ ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാനും പുസ്തക നിരൂപണങ്ങളും ചർച്ചകളും സഹായിക്കുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പേരിൽ പ്രതിവാര പുസ്തക നിരൂപണം സംഘടിപ്പിക്കുന്ന നമ്മുടെ കോളേജ് ലിറ്റററി ക്ലബിൻ്റെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയ കൃഷ്ണകുമാർ മാഷിനും ഹീര മാമിനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. സ്റ്റുഡൻറ് കോർഡിനേറ്ററായ ലയനക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നിരൂപണം വളരെ ഭംഗിയായി തയ്യാറാക്കിയ 1ാം വർഷ ബി.എഡ് വിദ്യാർത്ഥിനിയായ ഹീരയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.